ഡേ വരികയാണ്. സ്കൂൾ ആനുവൽ ഡേക്ക് ബെങ്കു ആ പ്രേതത്തിന്റെ വേഷമിട്ടാണ് അഭിനയിക്കുന്നത്. ഇത് കണ്ട അയൽവക്കത്തുള്ള സ്ത്രീ ബെങ്കുവിന്റെ അമ്മേരെ അടുത്ത് പറയുകയാണ്, ഇതേ വേഷം തന്നെയായിരുന്നു മുമ്പ് നിങ്ങളുടെ വീട്ടിൽ താമസിച്ച് മരിച്ചുപോയ വയസ്സായ ആളുടെ വേഷവും. ഇത് മാത്രമല്ല, ബെങ്കു ഈ സമയം വേറെ ആരുടെ കൂടിയോ സംസാരിക്കുന്നതും അമ്മയുടെ ദൃഷ്ടിയിൽപ്പെടുന്നുണ്ട്. ഇതുകൂടി ആയപ്പോൾ അമ്മയ്ക്ക് ഉറപ്പ് വരുന്നു, ബെങ്കു പറഞ്ഞതിൽ എന്തോ കാര്യം ഉണ്ട് എന്ന്. അങ്ങനെ അവർ വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ കുറച്ച് ആൾക്കാർ വന്ന് നിൽപ്പുണ്ട്. അവർ പറയുന്നു, ഈ വീട് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു തരണം. ഈ വീട് വിജയ്നാഥ് എന്ന ആളുടെ പേരിലാണ്. ഇതിപ്പോൾ റിസോർട്ടാക്കാൻ പോവുകയാണ് എന്ന് പറയുന്നു. ഇത് കേട്ട പാടെ തന്നെ വീട്ടിലുണ്ടായിരുന്ന പ്രേതം അലമുറയിട്ട് പറയുന്നു, ഇത് ഒരു വിജയ്നാഥിന്റെ വീടല്ല, ഇത് എന്റെ വീടാണ്. ഇത് പറയുമ്പോൾ അവിടെ മൊത്തം കൊടുങ്കാറ്റ് പോലെ ആവുകയാണ്. ഇതെല്ലാം കണ്ട് അവിടെ വന്നവർ പേടിച്ച് അവിടെ നിന്നും പോകുന്നു. ഈ സമയം ബെങ്കു പ്രേതത്തിന്റെ അടുത്ത് പറയുന്നു, എന്തിനാണ് ഏഞ്ചൽ ഇങ്ങനെ അലമുറയിട്ട് അമ്മയെ പേടിപ്പിക്കുന്നത് എന്ന്. അമ്മ ചോദിക്കുന്നു, ബെങ്കു നീ ആരോടാണ് ഈ സംസാരിക്കുന്നത്? ബെങ്കു പറയുന്നു, ഏഞ്ചലിന്റെ അടുത്ത്. ഈ സമയം പ്രേതം അമ്മയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്.